നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ക്ലീനിങ് പൗഡറുകളെ കുറിച്ചാണ്. ക്ലീനിങ് പൗഡറുകളുടെ കൂട്ടിനെ കുറിച്ചാണ്. 4 അടിപൊളി കൂട്ടുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വീഡിയോയിൽ നിന്ന് എഴുതിയെടുക്കാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് പല തരത്തിലുള്ള ക്ലീനിങ് പൗഡറുകൾ ഉണ്ടാക്കി വിപണനം ചെയ്യാവുന്നതാണ്. അതിന്റെ ഫോർമുലേഷൻസ് ആണ് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മളുടെ കമന്റുകളിൽ വന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ഫോർമുല എന്താണ്, ഇതിന്റെ എത്ര മാത്രം ക്വാണ്ടിറ്റി വേണ്ടിവരും എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ഇടുന്നത്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ പല വീഡിയോയിലും വന്ന് ആളുകൾ പറയുന്നുണ്ട് അല്പം സ്പീഡ് കുറച്ച് പറഞ്ഞുകൂടെ എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്പീഡിൽ പറയുന്ന ഒരു സ്വഭാവം രീതി പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് ക്ഷമിക്കണം, നമ്മൾ ഇന്ന് മുതൽ സ്പീഡ് കുറച്ച് പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്ലീനിങ് പൗഡറുകൾ. ഈ ക്ലീനിങ് പൗഡറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങളുടെ വീടുകളിൽ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ വസ്ത്രങ്ങളും ശരീരവും ഒഴിച്ച് ബാക്കി എന്തും ക്ലീൻ ചെയ്യാനുള്ള ക്ലീനിങ് പൗഡറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. വസ്ത്രങ്ങൾ പറ്റില്ല, അതുപോലെ തന്നെ നമ്മുടെ ശരീരം പറ്റില്ല, ബാക്കി എല്ലാ സാധനങ്ങളും അതുകൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള 4 അടിപൊളി ക്ലീനിങ് പൗഡറുകളുടെ കൂട്ടാണ് ഇവിടെ പറയുന്നത്. എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ എടുത്താൽ ഇത് വർക്ക്ഔട്ട് ആകും എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മളുടെ വീഡിയോയിൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക, കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് അമർത്തിയേക്കുക. കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിരന്തരം പിന്നീട് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ വീഡിയോകൾ സാധാരണ ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തേക്കുക. കൂടാതെ നിങ്ങളുടെ എന്ത് കമന്റ് ആണെങ്കിലും അത് കമന്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ നമുക്ക് ആ കൂട്ടുകൾ എന്തൊക്കെ എന്ന് കാണാം. കൂട്ടുകൾ എന്തൊക്കെയെന്ന് നിങ്ങൾ കണ്ടു. 4 അടിപൊളി കൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എവിടെ കിട്ടും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ ടൗണുകളിൽ ഇത്തരം കെമിക്കലുകൾ വിൽക്കുന്ന കടകളുണ്ട്. ആ കടകളിൽ ഇത് ലഭിക്കുന്നതാണ്. ഇതേ പേര് തന്നെ ചെന്ന് പറഞ്ഞാൽ മതി, അവർ തരും. ചിലതിന് ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. പതുക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ആദ്യമായിട്ട് വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ മെഷീനറികളുടെ ആവശ്യം വരും. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.
വലിയ മെഷീനറികളും കാര്യങ്ങളും ഒന്നും വേണ്ടിവരില്ല. അല്പം ശ്രദ്ധ മാത്രം വേണ്ടിവരും. കുട്ടികളെ ഇതിന്റെ അടുത്തോട്ട് അടുപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇതിന്റെ മിക്സിങ് വൃത്തിയുള്ള ഒരു തറയിൽ ചെയ്യാം, ഒരു കോൺക്രീറ്റ് തറയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കൊരു ടാർപോളിൻ അങ്ങനെയുള്ള എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ മുകളിലാണെങ്കിലും ചെയ്യാം. ഈവൻ പ്ലാസ്റ്റിക് ചാക്കിന്റെ മുകളിലും ചെയ്യാവുന്നതാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുത്തിട്ടുള്ള ഫോർമുലേഷൻസിൽ ഏത് സാധനമാണോ ഏറ്റവും കൂടുതൽ അളവുള്ളത് അതായിരിക്കണം ആദ്യം നമ്മൾ എടുക്കേണ്ടത്. അത് ചാക്കിലാണെങ്കിൽ ചാക്കിൽ അതൊന്ന് നല്ലപോലെ വിരിച്ചതിന് ശേഷം മറ്റുള്ളതിട്ട് ഓരോ തവണയും നമ്മൾ ഇളക്കി കൊടുക്കണം. അതായത് ഒരു കണ്ടന്റ് ഇട്ടു, അടുത്ത കണ്ടന്റ് ഇടുമ്പോൾ വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മിക്സിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എല്ലാ ഫോർമുലേഷൻസിലും ഈ സാധനങ്ങളെല്ലാം കൂട്ടിക്കലർത്തി മിക്സ് ചെയ്തതിന് ശേഷം ആണ് ആസിഡ് സ്ലറി ഉപയോഗിക്കേണ്ടത്. അത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഇനി പറഞ്ഞിരിക്കുന്ന ഫോർമുലേഷൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോർമുലേഷൻസിൽ ആൽഫ ഒലിഫിൻ സൾഫേറ്റ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ മറ്റുള്ളവയെല്ലാം കൂട്ടി കലർത്തിയതിനു ശേഷം മാത്രമേ കലർത്താവൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പെർഫ്യൂം കലർത്തുന്നത്. ഈ പെർഫ്യൂമിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കണം, വീണ്ടും കലർത്തണം. അതായത് ഏറ്റവും നല്ല സോഫ്റ്റ് പൗഡർ ആകുന്നത് വരെ ഇത് കലർത്തി പെർഫ്യൂം എല്ലായിടത്തും പിടിക്കുന്നവരെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് പാക്കുകളിലോട്ട് ആക്കുന്നത്. എപ്പോഴും വായു കടക്കാത്ത പാക്കുകളിൽ ആക്കിയിരിക്കണം. വായു കടക്കുന്ന പാക്കുകളിലാണെങ്കിൽ അതിന്റെ സ്മെല്ല് വിട്ടുപോകും, ഗുണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെ ആയിരിക്കണം ഇത് പാക്ക് ചെയ്യേണ്ടത്. ഇനി അഥവാ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് തന്നെ കരുതുക, നമ്മൾ മെഷീനുകളിലാണ് ഇത് ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഫോർമുലേഷൻസ്. എന്തൊക്കെ ആദ്യം പറഞ്ഞോ അത് ആദ്യം എടുക്കുക, പതിയെ പതിയെ എന്തു പറഞ്ഞോ അതെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് പോയാൽ മതി. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെഷീനറികളുടെ ആവശ്യം വരികയാണെങ്കിൽ ഒരു മിക്സ്ചർ മെഷീനാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് ഏറ്റവും ചെറുത് നിൽക്കുന്നതാണ്. പിന്നെ കൂടാതെ വേണ്ടത് നമുക്ക് കുറച്ച് അരിപ്പയും കുറെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പ്ലാസ്റ്റിക് സീലിംഗ് മെഷീൻ. സീലിംഗ് മെഷീന്റെ വീഡിയോ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ബാങ്ക് സീലർ കിട്ടും, അല്ലാത്ത സീലർ കിട്ടും, വലിയ സീലിംഗ് മെഷീൻസ് കിട്ടും. ഇത് പാക്കറ്റ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിന്റെ കൂടെ വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോർമുല ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീട്ടിൽ മിക്സ് ചെയ്ത് നോക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് നിങ്ങൾ തന്നെ ഉപയോഗിക്കുക. അതിന്റെ ഉപയോഗം മനസ്സിലാക്കി കൃത്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങാവുന്നതാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ക്ലീനിങ് പൗഡർ ഉപയോഗിക്കുമ്പോൾ വീട്ടമ്മമാരുടെ കൈ പൊട്ടുക അല്ലെങ്കിൽ വീറ് പൊട്ടുക എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൂട്ടുകളിൽ ഒന്നും അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന കൂട്ടുകൾ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.